വെൽക്കം ടു ASLB അക്കാഡമി. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഡിപ്ലോമ ബിടെക് ഹോൾഡേഴ്സിന് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ PSC ജൂൺ 30 പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് പോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നീ പോസ്റ്റിലേക്കാണ് നമുക്കിപ്പം ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ബിടെക് ഹോൾഡേഴ്സിന് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിലെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഇതിന്റെ പോസ്റ്റിന്റെ പേര് വരുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. എന്തുകൊണ്ടാണ് ഇത് 3 പേരിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അണ്ടറിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്നിവയിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നിയമനം നടക്കുന്നത്. അപ്പോൾ അത് എഞ്ചിനീയറിംഗ് കോളേജിലാണെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ള ഒരു പേരിലായിരിക്കും, പോളിടെക്നിക്കലാണെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ, ടെക്നിക്കൽ ഹൈസ്കൂളിലേക്കാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളിലേക്കാണ് ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിയമനം നടക്കുക. ബാക്കിയുള്ള എല്ലാ ട്രാൻസ്ഫർ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടാണ് നടക്കുന്നത്. വളരെ നല്ലൊരു പാക്കേജ് ആണ് കേട്ടോ ഈ ഒരു പോസ്റ്റിലേക്കുള്ളത്. അതായത് 41,300 മുതൽ 87,000 രൂപ വരെയുള്ളൊരു ഗോൾഡൻ ചാൻസ് ആണ് കിട്ടാനായിട്ടുള്ള. അതായത് അത്രയും നല്ലൊരു സ്കെയിൽ ഓഫ് പേ ഉള്ളൊരു അടിപൊളി പോസ്റ്റാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 33-35 വേക്കൻസിക്കായിരുന്നു വിളിച്ചിരുന്നെങ്കിലും ഒരു 100-നടുത്തോളം വേക്കൻസികൾ ഫില്ലായിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തത് നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് ജൂൺ 30 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 5 വരെ ഇതിനൊരു അവസരം ഉണ്ട് കേട്ടോ, അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. കാരണം പിന്നീട് മറന്നു പോകാനുള്ള പല ജോലി തിരക്കുകൾ കാരണം ചിലപ്പോൾ മറന്നു പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക്, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ഒക്കെ വരുന്നത് സാധാരണ PSC എക്സാമുകളുടെ പോലെ തന്നെ 18 മുതൽ 40 വയസ്സ് വരെയുള്ള ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നീട് അതായത് ബാക്കി ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറീസ് ഉണ്ടല്ലോ, OBC അല്ലെങ്കിൽ OEC SC, ആ കാറ്റഗറിയിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമയും ബിടെക്കും. നമ്മുടെ ബ്രാഞ്ച് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ട്രേഡിലേക്കാണ്. കാരണം കുറച്ച് നാൾ മുമ്പ് വരെ ഈ ഒരു ട്രേഡ് അറിയപ്പെട്ടിരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലാണ്. ഇലക്ട്രോണിക്സ് സബ്ജക്റ്റുകൾ കൂടുതൽ ആഡ് ഓൺ ചെയ്തപ്പോഴാണ് ഈ ട്രേഡിൻ്റെ പേര് തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു പേരിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുൻപ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അതുപോലെ തന്നെ AMI കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് സെക്ഷൻ Aയും Bയും പാസ്സായിട്ടുള്ളവർക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇനി ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. കൂടാതെ BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എന്താണ് BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നറിയാവോ? കേരളത്തിന് പുറത്ത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രേഡ് അറിയപ്പെടുന്നത് BE എന്നുള്ളതാണ് കേട്ടോ, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിൽ. അത് ആ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ നിങ്ങളുടെ പേര് എന്തിലാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ബിടെക് ഹോണേഴ്സ് ആയിട്ടുള്ളവർക്കും, ബിടെക് വേറെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും
നമ്മളല്ലാതെ കോഴ്സ് കറസ്പോണ്ടൻസ് ആയിട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതും രണ്ട് രീതിയിൽ തന്നെ, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. മറ്റൊരു കാര്യം, ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ആപ്ലിക്കേഷൻ 5/8/2026 5/8/2026 വരെയാണ്, മിഡ് നൈറ്റ് വരെയാണ് കേട്ടോ. രാത്രി 12 മണിക്ക് വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കൊടുത്തു കഴിഞ്ഞാൽ റിജക്റ്റഡ് ആകും. അപ്പോൾ നിങ്ങൾ അത്ര നാളൊന്നും ഓർത്തിരിക്കണം. ഇനി ഏകദേശം ഒരു മാസത്തിനധികം സമയമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾ കാണുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്തേക്കുക, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ ചിലപ്പോൾ എക്സാം കണ്ടേക്കാം. കാരണം ഇപ്പോൾ വിളിക്കുന്ന ഒട്ടുമിക്ക PSC എക്സാമുകളും 6 മാസത്തെ ഗ്യാപ്പിനുള്ളിൽ തന്നെ എന്താകാറുണ്ട്, എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്യാറുണ്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി മസ്തൂറിന്റെ എക്സാമിന്റെ ഡേറ്റ് സെപ്റ്റംബർ 30 വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടും നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലൊരു ഗവൺമെന്റ് ജോബ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഇപ്പോഴേ തന്നെ തുടങ്ങുക. ഇനി അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, PSCയുടെ വെബ്സൈറ്റ് ഉണ്ട്, www.kerala.psc.government.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ഒരു എക്സാം എന്ത് ചെയ്യാൻ പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ എക്സാമിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്ലൈ ചെയ്യേണ്ട രീതി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓൾമോസ്റ്റ് സാലറി പാക്കേജ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ള ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബാച്ച് നമ്മൾ AIZB അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഗിനിങ് ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, AIZB അക്കാഡമിയായി കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും ഇപ്പോൾ തന്നെ എക്സാം അപ്ലൈ ചെയ്ത് നല്ലൊരു ജോലി സ്വപ്നം കാണുന്നതിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു എന്ത് ചെയ്യാം, എയിം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.